റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരവിപുരം സീറ്റിനായി RSPയിൽ മത്സരം. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള തെരഞ്ഞെടുപ്പിൽ കാർത്തിക് പ്രേമചന്ദ്രനും നൌഷാദും 7 വോട്ടുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പമെത്തി. 2 പേരുകളും ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറി. ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി AA അസീസിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. NK പ്രേമചന്ദ്രനും കുടുംബത്തിനുമെതിരായ അസീസിന്റെ പരാമർശം വലിയ അധിക്ഷേപമെന്നാണ് വിമർശനം. അസീസ് പക്വത കാണിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലെ RSPയിലെ പോര് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. RSPയുടെ അല്ലെങ്കിൽ UDFന്റെ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ അപഹാസ്യമായുള്ള വാക്കുകളാണ്. അതൊരിക്കലും അദ്ദേഹത്തിന് ചേർന്നതല്ല. കാരണം അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് ലീഗ് 3-4 പേരുള്ളൊരു പാർട്ടിയാണെന്ന് പറഞ്ഞു. ഈ ഇരവിപുരം മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് NK പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക്. എന്തുകൊണ്ട് നോക്കിയാലും അദ്ദേഹം ഒരു വിജയ പ്രതീക്ഷ. കാരണം അദ്ദേഹം നിന്നാൽ തീർച്ചയായിട്ടും ഈ മണ്ഡലം അവർക്ക് RSPക്ക് ജയിക്കാൻ പറ്റും. RSPക്ക് ഒരു MLA എന്തായാലും ഇരവിപുരത്ത് നിന്നുണ്ടാകാൻ പറ്റും കാർത്തികാണെങ്കിൽ. AV ജയശങ്കറുടെ വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, ഇരവിപുരം സീറ്റിനെ ചൊല്ലി RSPയിൽ ഒരു പിടിവലി നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് അത് അത്രത്തോളം നിർണായകമായിട്ടുള്ളത് കൂടിയാണ്. കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര്, നൌഷാദിന്റെ പേര് ഇതടക്കം ഉയർന്നു കേൾക്കുമ്പോൾ 7 വോട്ടുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പമെത്തി എന്ന് പറയുന്നു. ഇതിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ? അതായത് ഇരവിപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ RSPയിൽ ഇപ്പോഴും എങ്ങനെ അടിയൊഴുക്കും ആശയക്കുഴപ്പമൊക്കെ തുടരുകയാണ്. ഇന്ന് ഈ മണ്ഡലം കമ്മിറ്റി ചേരുകയും അവിടെ ഒരു വോട്ടെടുപ്പ് തന്നെ നടത്തിയതിൽ കാർത്തിക് പ്രേമചന്ദ്രനും നൌഷാദും 7 വോട്ടുകൾ വീതമെത്തി ഒരു സമനില പിടിച്ചിരിക്കുകയാണ്. ഈ 2 പേരുകളും ജില്ലാ സെക്രട്ടേറിയറ്റിന് അധികം വൈകാതെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്യും. ആ ഘട്ടത്തിലായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അതായത് ഷിബു ബേബി ജോൺ പക്ഷവും പ്രേമചന്ദ്രൻ പക്ഷവും 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിലവിൽ പിടിവലി നടത്തുന്ന, ഇല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ഉറപ്പിക്കാനുള്ള ഒരു പിടിവലി RSPയിലുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് മണ്ഡലം കമ്മിറ്റി ചേർന്നൊക്കെ വോട്ടെടുപ്പിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. ഇതിൽ ഈ RSPയുടെ ഇന്നത്തെ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിലവിൽ ആക്ടിംഗ് സെക്രട്ടറി അസീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ പ്രവർത്തകർ ഉന്നയിച്ചത്. അതായത് പ്രേമചന്ദ്രനെതിരെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ, അത് ഈ CPM പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ആക്ടിംഗ് സെക്രട്ടറി പറയുന്നു. ഇത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രവർത്തകർ ഈ യോഗത്തിൽ ബഹളം ഉൾപ്പെടെ വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ കാർത്തിക് പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങൾ രംഗത്തെത്തുകയായി. ഇരവിപുരം മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തന്നെയാണ് നമ്മോട് പ്രതികരിച്ചത്. അതായത് കാർത്തിക് നിന്നാൽ ഇരവിപുരത്ത് ജയിച്ചു കയറാൻ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അസീസിനെതിരെയും വിമർശനമുണ്ട്. ഈ ഇരവിപുരത്തെ പ്രശ്നങ്ങൾ RSP അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ, അവസാനിപ്പിക്കില്ല എങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ഈ സീറ്റിൽ മത്സരിപ്പിക്കണമെന്നൊരു പ്രമേയം കഴിഞ്ഞ മാസം തന്നെ പ്രാദേശിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു, പുറത്തിറക്കിയിരുന്നു. അപ്പോൾ എന്തായാലും ഇരവിപുരം സംബന്ധിച്ച് അതിലിപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു. ഇന്നത്തെ യോഗത്തിലും ഒരു ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടായിട്ടില്ല, ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഇപ്പോഴും തർക്കമുണ്ട്. ഇനി എന്തായാലും 2 പേരുകൾ, നൌഷാദിന്റെയും കാർത്തിക്കിന്റെയും പേരുകൾ എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മേൽക്കമ്മിറ്റികൾക്ക് പോയിട്ടായിരിക്കും ഒരു തീരുമാനം. എന്തായാലും ഇരവിപുരത്ത് RSPയിൽ പിടിവലി തുടരുകയാണ്. ഇനി ആരാ പിടിവലിക്ക് അവസാനം സ്ഥാനാർത്ഥിയാവുന്നത് കണ്ടറിയേണ്ടതാണ്. കോൺഗ്രസിന്റെ പിന്തുണ എന്തായാലും NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന് തന്നെയാണ്. അദ്ദേഹത്തിന് അത്തരത്തിലൊരു മുൻതൂക്കം UDFൽ നിന്ന് ഉണ്ട്. UDFന്റെ യുവ നേതാക്കളടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ 2 ചേരിയാണ്. ആ ചേരിക്കുള്ളിലാണ് പ്രശ്നം. ആ പ്രശ്നം ഇങ്ങനെ ഇപ്പോഴും തുടരുന്ന ഉടൻ തന്നെ അധികം വൈകാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, ഇരവിപുരത്ത് എന്തായാലും RSPയുടെ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ആ പേരിൽ ആരാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.